12 വർഷങ്ങൾ, 1000-ലധികം കോടി രൂപ. എന്നിട്ടും പാലക്കാട്ടുകാർക്ക് തുണയാകേണ്ട ഒരു സർക്കാർ മെഡിക്കൽ കോളേജ് ഇന്നും വെറുമൊരു കെട്ടിട സമുച്ചയം മാത്രമായി തുടരുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയില്ല. പൊതുഖജനാവിൽ നിന്ന് കോടികൾ ഒഴുക്കിയിട്ടും നാളിതുവരെ പൂർണ്ണസജ്ജമാകാത്ത പാലക്കാട് സർക്കാർ മെഡിക്കൽ കോളേജിന്റെ പിന്നിലെ വൻ അനാസ്ഥയുടെയും പരാജയത്തിന്റെയും ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 2014 പ്രവർത്തനം ആരംഭിച്ച് 2026 എത്തി നിൽക്കുമ്പോഴും സാധാരണക്കാരന് ഇതിന്റെ യാതൊരു പ്രയോജനവും ലഭിക്കുന്നില്ല. ജനങ്ങളുടെ നികുതിപ്പണം എങ്ങോട്ടാണ് പോയതെന്ന് അറിയാൻ പൊതുജനത്തിന് അവകാശമുണ്ടെന്നും ധനവിനിയോഗത്തിന്റെ ധവളപത്രം പുറത്തിറക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും പൊതുപ്രവർത്തകനായ രാജീവ് കേരളശ്ശേരി തന്റെ ഫേസ്ബുക്ക് വീഡിയോയിലൂടെ ശക്തമായി ആവശ്യപ്പെടുന്നു. വിവരാവകാശ രേഖകൾ പുറത്തുവിടുന്ന സത്യങ്ങൾ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ സയൻസസ് പാലക്കാട് ഓഫീസിൽ നിന്നും ലഭിച്ച ഔദ്യോഗിക വിവരാവകാശ രേഖകൾ ഈ അനാസ്ഥയുടെ ആഴം വ്യക്തമാക്കുന്നുണ്ട്. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് യഥാക്രമം 745.28 കോടി രൂപയും 195.13 കോടി രൂപയും ഇതിനോടകം തന്നെ ചെലവഴിച്ചതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഇലക്ട്രിസിറ്റി, ടെലിഫോൺ ബില്ലുകൾ, വാഹന വാടക, മെഡിസിൻ പർച്ചേസ്, ഇന്ധന ചാർജ്, ഓഫീസ് എക്സ്പെൻസസ്, മറ്റ് പലവക ചെലവുകൾ എന്നിവയ്ക്കായാണ് ഈ ഭീമമായ തുക വിനിയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ഇത്രയും വലിയ തുക പലവക ഇനങ്ങളിലായി മാറ്റിയിട്ടും ഒരു സാധാരണക്കാരന് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് ഈ ആശുപത്രിയെ മാറ്റാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് കടുത്ത പ്രതിഷേധത്തിന് കാരണമാകുന്നു. PSCയെ നോക്കുകുത്തിയാക്കിയുള്ള പിൻവാതിൽ നിയമനങ്ങൾ. സ്ഥാപനം ആരംഭിച്ച് 12 വർഷം കഴിഞ്ഞിട്ടും നാളിതുവരെ ഒരു നിയമം പോലും PSC വഴി നടത്തിയിട്ടില്ല എന്നത് ഈ മെഡിക്കൽ കോളേജിന്റെ ഏറ്റവും വലിയ ഭരണപരമായ പരാജയമാണ്. 2020 മുഖ്യമന്ത്രി അധ്യക്ഷനായ ഗവേണിംഗ് ബോഡി യോഗം ചേർന്ന് നിയമനങ്ങൾ PSC വഴി നടത്തണമെന്ന് കൃത്യമായി തീരുമാനിക്കുകയും അത് മിനിറ്റ്സിൽ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നതാണ്. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ തീരുമാനം അട്ടിമറിക്കപ്പെടുകയും ഇപ്പോഴും പിൻവാതിൽ നിയമനങ്ങൾ ഇവിടെ തകൃതിയായി നടക്കുകയുമാണ് ചെയ്യുന്നത്. ഒന്നുകിൽ ഈ നിയമനങ്ങൾ PSCക്ക് റിപ്പോർട്ട് ചെയ്ത് സുതാര്യമാക്കണം, അല്ലെങ്കിൽ പ്രത്യേക റിക്രൂട്ട്മെന്റ് ബോർഡ് രൂപീകരിച്ച് അതിലൂടെ നിയമനങ്ങൾ നടത്തണം. ഇതിനെല്ലാം പുറമെ ആരോഗ്യ വകുപ്പുമായി യാതൊരുവിധ ഏകോപനവുമില്ലാത്തതിനാൽ ജീവനക്കാരുടെ മ്യൂച്വൽ ട്രാൻസ്ഫറോ ഫെഡറൽ സംവിധാനങ്ങളോ ഒന്നും തന്നെ ഇവിടെ നിലവിലില്ല. എന്തിനാണ് ഇങ്ങനെയൊരു മെഡിക്കൽ കോളേജ്? 1. ആരോഗ്യ മേഖലയിൽ 1000 കോടിയിലധികം രൂപ മുടക്കിയിട്ടും ഈ മെഡിക്കൽ കോളേജിൽ കിടത്തി ചികിത്സ പോലും നാളിതുവരെ പൂർണ്ണ സജ്ജമാക്കിയിട്ടില്ല. 2. ഒരു അത്യാഹിതം സംഭവിച്ചാൽ ഓടിയെത്തേണ്ട എമർജൻസി മെഡിസിൻ വിഭാഗമോ അപകടങ്ങളിൽപ്പെടുന്നവർക്ക് ജീവൻ രക്ഷയാകേണ്ട ആക്സിഡന്റൽ ട്രോമ കെയർ സംവിധാനമോ ഇവിടെ പ്രവർത്തിക്കുന്നില്ല. 3. ഏറ്റവും അടിസ്ഥാനപരമായ ഒരു CT സ്കാനോ MRI സ്കാനോ ചെയ്യാനുള്ള സംവിധാനം പോലും ഇവിടെ ഒരുക്കിയിട്ടില്ല. 4. കാർഡിയോളജി ഉൾപ്പെടെയുള്ള സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളുടെ അഭാവം വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. 5. മരണപ്പെടുന്നവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ചെയ്യാനുള്ള മോർച്ചറി സംവിധാനം പോലും ഇവിടെ നാളിതുവരെ ലഭ്യമാക്കിയിട്ടില്ല എന്ന് രാജീവ് കേരളശ്ശേരി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ, പാലക്കാട്ടുകാർക്ക് ഒരു അത്യാഹിതമോ അപകടമോ ഉണ്ടായാൽ, അല്ലെങ്കിൽ വിദഗ്ധ ചികിത്സ ആവശ്യമായി വന്നാൽ ഇപ്പോഴും അയൽ സംസ്ഥാനമായ കോയമ്പത്തൂരിലെയും തൃശൂരിലെയും സ്വകാര്യ ആശുപത്രികളെയും മറ്റ് മെഡിക്കൽ കോളേജുകളെയും ആശ്രയിക്കേണ്ട ഗതികേടിലാണ് ജനങ്ങൾ. ജനങ്ങൾക്ക് ഒട്ടും ഉപകാരപ്പെടാത്ത വിധത്തിലുള്ള മെഡിക്കൽ കോളേജിന്റെ ഇപ്പോഴത്തെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടേണ്ടതുണ്ട്. പണം ചെലവഴിച്ചതിന്റെ കൃത്യമായ കണക്കുകൾ വ്യക്തമാക്കുന്ന ധവളപത്രം സർക്കാർ പുറത്തിറക്കണമെന്നും ആശുപത്രി പൂർണ്ണ സജ്ജമാക്കണമെന്നാണ് പൊതുസമൂഹം ഇപ്പോൾ ശക്തമായി ആവശ്യപ്പെടുന്നത്.